സോ ഹായ് എവരിവൺ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, 2 മാസം മുമ്പ് ഓവർ ഹീറ്റായിട്ട് റേഡിയേറ്റർ ബ്ലോക്കാന്ന് പറഞ്ഞുകൊണ്ട് റേഡിയേറ്റർ മാറിയിട്ട് വന്നൊരു വണ്ടിയാണ് കേട്ടോ. ആ ഒരു വണ്ടി ഇതേ വീണ്ടും ഓവർ ഹീറ്റായിട്ട് വീണ്ടും വെള്ളം തിളച്ച് ചാടിയിട്ട് ഇതേ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം തിളച്ച് ചാടിയേക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ തിളച്ച് ആ ഒരു വെള്ളം വന്നേക്കണതിൻ്റെ പാടാണ് തുരുമ്പ് പിടിച്ചിരിക്കണുണ്ടല്ലേ. ആ വെള്ളം ഇവിടെ നിന്ന് ഓവർ ഹീറ്റായിട്ട് വെള്ളം തിളച്ച് ചാടിയേക്കണതാണ്. അപ്പം നമുക്ക് ഈ ഒരു എയർ ഫിൽറ്റർ, ഈ ഒരു സംഭവം കണ്ടില്ലേ, ബാറ്ററിയുടെ സൈഡിൽ കൂടെയൊക്കെ ഫുള്ള് വെള്ളം തിളച്ച് ഇങ്ങനെ ചാടിയിട്ടുണ്ട്, അടിയിലേക്കൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമുക്ക് നോക്കാം ഇത് സംഭവം എന്നാണ്. അപ്പം പുത്തൻ റേഡിയേറ്ററാണ് ഇത്. റേഡിയേറ്ററിൻ്റെ ഇവിടെ കണ്ടില്ലേ കണ്ടോ, സ്റ്റിക്കർ പോലും മാഞ്ഞിട്ടില്ല, അല്ല പോയിട്ടില്ല, സ്റ്റിക്കർ പോയിട്ടില്ല. അതേ കണ്ടോ, പുതിയ റേഡിയേറ്ററാണ്. അപ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റേഡിയേറ്റർ ബ്ലോക്കാന്ന് പറഞ്ഞുകൊണ്ട് റേഡിയേറ്റർ മാറിക്കളഞ്ഞാണ്. അപ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ റേഡിയേറ്റർ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് റേഡിയേറ്റർ മാറിക്കളയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് റേഡിയേറ്റർ പൊട്ടിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് മാറാതെ തന്നെ നമുക്ക് അത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പൊട്ടിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് റേഡിയേറ്റർ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പശ വെച്ചിട്ട് റേഡിയേറ്റർ ഒട്ടിച്ച് വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലേക്ക്, ഒരു ലീക്ക് പോലും ഇല്ലാത്ത രീതിയിലേക്ക് റേഡിയേറ്റർ വീണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ അടുത്തല്ല, നമ്മളത് വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ റേഡിയേറ്റർ എന്തെങ്കിലും അടവുണ്ട്, എന്തെങ്കിലും തുരുമ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റേഡിയേറ്റർ അങ്ങോട്ട് മാറേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ഈ ഒരു സംഭവം നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ പുത്തൻ റേഡിയേറ്ററാണ്, എന്നിട്ടും ഈ ഒരു സംഭവം തിളച്ച് വെള്ളം ചാടുന്നുണ്ട്, ഈ പൈപ്പിലൂടെ തിളച്ച് വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? അടുത്ത നമ്മളപ്പോൾ തെർമോസ്റ്റാറ്റ് കേസാണ് നമ്മളപ്പം നോക്കേണ്ടത്. തെർമോസ്റ്റാറ്റ് കേസ് ഇതിൻ്റെ നീഡിൽ പൊട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും എൻജിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് സംഭവമൊന്നും പോയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് തെർമോസ്റ്റാറ്റ് കേസിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപ്പിന് എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നാന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്കിത് ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം. എന്നായാലും റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ പുതിയത് മാറി സ്ഥിതിക്കുകയും റേഡിയേറ്ററിൻ്റെ അടവ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ വേറെ എന്തോ തരത്തിലുള്ള കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ മൊത്തം നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മൊത്തം നമുക്ക് റെഡിയാക്കി എടുക്കാം ഗൈസ്. ഇത് കണ്ടോ, ഓവർ ഹീറ്റായിട്ട് വെള്ളം തിളച്ചതേ ഫുള്ള് അടി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തുരുമ്പ് പിടിച്ച് ഇങ്ങനെ കിടക്കണതാണ് സംഭവം. ഹീറ്റായിട്ട് വെള്ളം തിളച്ച് അടിയേക്കണയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ മാറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹീറ്റായിക്കോണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് കേസാണ് നമ്മൾ അഴിച്ച് നോക്കേണ്ടത്. അതിൻ്റെ നീഡിൽ പൊട്ടിപ്പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സംഭവം എൻ്റെ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ നീഡിൽ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നീഡിൽ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെ മിറർ വെച്ചിട്ടത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ മിററിൽ കൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ നീഡിൽ കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടോ, അത് കേസിൻ്റെ കംപ്ലൈൻറ്റ് ആണോ എന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സംഭവം ഇതിൻ്റെ കേസിൻ്റെ കംപ്ലൈൻറ്റ് ഒന്നും അല്ല, വെള്ളം ഹീറ്റായിട്ട് ചാടണം. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ആണ് ഇതിൻ്റെ ഒരു ക്യാപ്പേ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ ഒരു റേഡിയേറ്ററിൻ്റെ ടാങ്കിൻ്റെ വെള്ളം ഒഴിക്കുന്ന ടാങ്കിൻ്റെ ക്യാപ്പ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ആ ഒരു ക്യാപ്പിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ട് വെള്ളം ഹീറ്റാകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് ചാടി തന്നെയാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വേറെ നോക്കി കഴിഞ്ഞപ്പോൾ വേറെ പൈപ്പ് കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് കേസും ഇതുപോലെ തന്നെ നീഡിൽ പൊട്ടിയിട്ടില്ല, കേസ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. പിന്നെ റേഡിയേറ്റർ ആണെങ്കിൽ പുതിയ റേഡിയേറ്റർ മാറിയേക്കണ റേഡിയേറ്ററാണ്. അപ്പോൾ
പിന്നെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചാണത് ഈ ഒരു ക്യാപ്പിൻ്റെയാണ്. ഈ ഒരു ക്യാപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഇപ്പം നിലവിൽ കണ്ടേക്കണത്. അപ്പോൾ ഒരു സംഭവം ക്യാപ്പ് ഇതെല്ലാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റാം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട സ്ഥിതിക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പക്ക സെറ്റപ്പ് ആക്കിയിട്ട് ഓയിൽ ലീക്കൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കയറ്റാം. എന്നിട്ട് പുതിയൊരു ക്യാപ്പും മേടിച്ചിടാം.